അടുത്തതായി ശ്രീ ധർമ്മജമ്പോകാരി എന്റെ കൂട്ടുകാരന് വേണ്ടി കാഴ്ചകൂടിയ ഈ പാലക്കാട് ജനാവലിക്ക് ഒരുപാട് നന്ദി പറയുന്നു. ഉഷാരിയുടെ ജന്മനാടാണ്, അമ്മ വീടാണ്, ജനിച്ചു വളർന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞ ഒരു കാര്യമൊന്നുമില്ല. അവനിവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിലാണ് അത് ഞങ്ങൾക്ക് വളരെ വിശ്വാസമുള്ള കാര്യമാണ്. നന്നായിട്ട് അത് നടക്കും എന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല. ഞങ്ങളുടെ കൂട്ടത്തില് ഞങ്ങള് അമ്മ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഇങ്ങനെയൊക്കെയുള്ളൊരു സംഘടനകളൊക്കെ ഉള്ള ആളാണ്. ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വളരെ നല്ല വിജയം കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തിയാണ് രമേഷ് പിഷാരടി എന്ന് പറയുന്ന വ്യക്തി. അതിലുപരിയായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലൊരാൾക്ക് എന്തെങ്കിലും ഒരു തകരാറ് പറ്റിയാൽ, ഒരു അപകടം പറ്റിയാൽ നമ്മൾ അറിഞ്ഞു വന്ന് അയാൾ വിളിക്കുമ്പോഴേക്കും ആ ആള് നമ്മളെ വിളിച്ച് പറയും, കുറച്ച് മുമ്പ് പിഷാരടി വിളിച്ചിരുന്നു, എന്താണ് സഹായം വേണ്ടത് പറഞ്ഞിരുന്നു എന്ന് പറയുന്ന വളരെ നേരത്തെ കാണുന്ന, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള, ദീർഘവീക്ഷണമുള്ള, പ്രവൃത്തി പരിചയമുള്ള ആളാണ് രമേഷ് പിഷാരടി. ഊർജ്ജസ്വലതയും തേജസ്സുമുള്ള മോഹൻലാല് മറ്റേ ഇന്ത്യയെ രക്ഷപ്പെടുത്തിയിട്ട് നഗരോട് പറയുന്നത് പോലെ ഞാൻ പറയുകയാണ്, ഊർജസ്സും തേജസ്സും ഉള്ള പിഷാരടിയെ നിങ്ങൾക്ക് അങ്ങോട്ട് തരികയാണ്. ഞാന് ഒരു പാട്ടിലൂടെ നിന്നിട്ട് എനിക്ക് ഒരു പരിപാടിയുണ്ട്, വേറൊരു പരിപാടിയും കൂടെ ഉണ്ട്. ഞാൻ ഈ പരിപാടി കണ്ടപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ജീപ്പിൽ കയറി രാത്രി ചൂടൊക്കെ അറിയാമല്ലോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ നാദസുഖനെ ഒരു പാട്ടിന് വേണ്ടി ക്ഷണിക്കുന്നു. ആ പാട്ട് കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ. അതിനു മുമ്പ് ഞാൻ വേണമെങ്കിൽ ഒരാളെ കൂടെ വെറുതെ വിളിച്ചേക്കാം. കാരണം നിങ്ങളെല്ലാം എന്റെ കുടുംബമാണല്ലോ. നിങ്ങളും എന്റെ കുടുംബമാണ്, നിങ്ങളും എന്റെ കുടുംബമാണ്. വേണമെങ്കിൽ ഒരു ഒറിജിനൽ കുടുംബത്തിനെ കൊണ്ട് വെറുതെ വിളിച്ചേക്കട്ടെ. എന്റെ ഭാര്യ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഈ ഇവന്റെ പെൺവേഷമാണ്. വാ വാ വാ. ആദ്യമായിട്ടാട്ടോ ഒരു സ്റ്റേജ് TV ഷോയിലൊക്കെ വന്നിട്ടില്ല. ഇതുപോലത്തെ സ്റ്റേജിൽ ഇതുവരെ കയറിയിട്ടില്ല. ഞാൻ മൈക്ക് കൊടുക്കുന്നില്ല, കാരണം ഇവിടെയുള്ള ട്രോളന്മാർക്ക് ഇവിടെ തീറ്റ കൊടുക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓടിക്കോ. ഒരുപാട് സന്തോഷം, ഒരുപാട് നമുക്കറിയാം പാലക്കാടുള്ള എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ പാലക്കാട് ഷൂട്ടിംഗ് നടക്കാറുണ്ട്. ഇനി ഈ സിനിമാ ഷൂട്ടിങ്ങിന് വരുമ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ പറയാനും ഞങ്ങൾക്ക് അടുത്ത് പോയിരിക്കാനും നിങ്ങൾ ഞങ്ങൾക്ക് MLA തരണം. ആ വിശ്വാസം നിങ്ങൾ എടുത്തിട്ടുള്ളത് ഞങ്ങൾ സഹപ്രവർത്തകരാണ്. ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ, വോട്ട്. അത് നിങ്ങൾ വാരിക്കോരി കൊടുക്കണം. തുടരും സിനിമയിലെ ജ്യോതി സാറിന്റെ ഒരു ഡയലോഗാണ്. നിങ്ങൾ കുറെ ചെയ്ത് കണ്ടുള്ളതായിരിക്കും, എന്നാലും ലൈവായിട്ട് ഒന്നുകൂടെ ചെയ്യാം. ഈ മ്യൂസിക് 36 കൊല്ലമായതാണ് ബെൻസൺ. ഇതിന്റെ ഇടയിൽ പുറത്തറിയുന്നതെന്ന് അറിയാത്തതായിട്ട് ഒരുപാട് ചെറ്റത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്നെ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. 2 ദിവസം കഴിഞ്ഞു ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ആയി. DYSP മെഡലും വാങ്ങി ഇറങ്ങുമ്പോ ജോർജ് സാറ് പഴയ ജോർജ് സാറാണ്. നീ ആരെയാണ് ഈ പേടിക്കുന്നത്? എന്നെയോ? അയ്യയ്യേ, നിന്നെ കാണാൻ ജോർജ് സാറിവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നീ ഇനിയും ജോർജ് സാറിനെ ഒരുപാട് പഠിക്കാനുണ്ടനിയ. താങ്ക് യു.